ഒരുത്തം വന്ന് തൊപ്പട്ട് എൻ്റെ അടുത്ത് എത്താനായി കിട്ടിയില്ല. ഞാനും ഇങ്ങനെ പിടിച്ച് പിന്നാലെ 4-5 അടി വെച്ചു. മാല കിട്ടണം. ഞാൻ 30 കൊല്ലമായി ഞാൻ ആ മാല മാറ്റി കൂട്ടി വാങ്ങിയിട്ട്. ഇപ്പോൾ കണ്ട ദൃശ്യം 79-കാരി അമ്മിണി അമ്മയുടെ 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ഇവിടെ വെച്ചാണ് മോഷ്ടാക്കൾ കവർന്ന് അവർ അതിവേഗത്തിൽ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ മോഷ്ടാക്കൾ കൃത്യമായ പദ്ധതിയോടുകൂടിയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അവരെ പിന്തുടർന്ന് പോയ ആളുകളുടെ മുഖത്ത് മുളക് പൊടി എറിയുകയും ഒക്കെ ചെയ്തിരുന്നു അവർ. അതിലൂടെ വ്യക്തമായിരുന്നു അവരുടെ പദ്ധതി. ഇവിടെ ഈ ഇതിൻ്റെ ഈ ചെറിയ മരങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എടുത്തു മാറ്റുകയായിരുന്നു 79-കാരിയായിട്ടുള്ള അമ്മിണി അമ്മ. ഇത് ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഈ മോഷ്ടാക്കൾ എത്തി, 2 പേരടങ്ങുന്ന സംഘം എത്തി മാല കവർന്നു പോകുന്നത്. അമ്മിണി അമ്മയുടെ വീടാണ്. അമ്മ ഇവിടെ ഉണ്ട്. അവർ ഇന്നലെ ഉണ്ടായ ആ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മുക്തയായിട്ടില്ല. ശരിക്കും എന്താ അമ്മ ഉണ്ടായത്? ഞാനവിടെ ഇത് മാറ്റാൻ വണ്ടികൾ വരുമ്പോൾ വെട്ടുമ്പോൾ വണ്ടികൾ വരുന്ന സമയത്ത് വണ്ടികൾ നിർത്താൻ പറയാൻ വേണ്ടിയിട്ട്, വണ്ടി വരുന്നുണ്ട് എന്ന് വെട്ടുകാരനെ കൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയിട്ട് 10 മിനിറ്റേ ആയുള്ളൂ. 10 മിനിറ്റായിട്ട് നോക്കുമ്പോൾ ഒരു വണ്ടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി ഓടുന്നില്ല. വണ്ടിക്കാരൻ ഒരു ചോപ്പ് ഷർട്ട് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുത്തം വന്ന് തൊപ്പട്ട് എൻ്റെ അടുത്ത് എത്താറായപ്പോൾ നോക്കുമ്പോൾ അവനിങ്ങനെ കണ്ണും തുറത്ത് നോക്കുന്നു. അപ്പം ഞാൻ പിന്നാലെ 4-5 അടി വെച്ചു. അടി വെക്കുമ്പോഴേക്കും അവൻ അങ്ങനെ വന്ന് അങ്ങോട്ട് പിടിച്ചു. എൻ്റെ പൊള്ളിയില്ല ഇതിലുണ്ട്. കിട്ടിയില്ല. ഞാനും ഇങ്ങനെ പിടിച്ചപ്പോൾ അങ്ങനെ ഞാനും പിടിച്ചു. അപ്പം കിട്ടിയില്ല. അങ്ങനെ എന്നെ തള്ളിയിട്ടു. വേറെ മേലെ തള്ളിയിട്ട് വന്നു. ഞാൻ എണീറ്റിരുന്നിട്ട് നോക്കുമ്പോഴേക്ക് ആ നിർത്തിയ വണ്ടിക്കാരൻ വന്ന് അവിടെ കൊണ്ട് നിർത്തി അവനെ കയറ്റിക്കൊണ്ടു. തള്ളിയിട്ടപ്പോഴാണ് കിട്ടിയ സാധനം. ഞാനിങ്ങനെ വെറുതെ ഇത് നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി നിന്നതാണ് വല്ല വണ്ടികളുടെ മേലെ. അപ്പോൾ ഇവിടെ ഒരു വണ്ടിയോ ഒരാളോ ഒന്നും വന്നിട്ടില്ല. ആരും ഉണ്ടായില്ല. മാല കിട്ടണം. ഞാൻ 30 കൊല്ലമായി ഞാൻ ആ മാല മാറ്റി കൂട്ടി വാങ്ങിയിട്ട്. 3 പവന് 6 പ്രാവശ്യം ഞാൻ ആദേശപ്പെട്ടു. എനിക്ക് ഈ വയസ്സുകാലത്ത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അമ്മയൊക്കെ ഇങ്ങനെ ആക്രമിച്ച് മാല കവരാൻ പറ്റുക എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം അത്രയും ഹൃദയശൂന്യരായ ആളുകളായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും കുഴൽമന്ദം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ. അത് ഇവരുടെ മകൻ കൂടി അമ്മിണിയമ്മയുടെ മകൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നതല്ലേ? എന്താണ് പോലീസ് എന്താ പറഞ്ഞത്? അവർക്ക് അങ്ങനെ തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടം വരെ കുളവും മുക്ക വരെ അവർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം കടന്നിട്ടുണ്ട്. എന്നാലും കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നവർ. അത് കണ്ടെത്തട്ടെ. കാരണം ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അവർ ഓരോ തവണയായിട്ട് കൂട്ടി വെച്ച് ഉണ്ടാക്കിയ ഒരു ചെയിനാണ്. അതാണ് നഷ്ടമായിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള മാല പൊട്ടിക്കുന്ന സംഘമൊക്കെ ഇവിടെ ഉണ്ടാവുക പറയുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ആശങ്ക കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനെ കണ്ടെത്താൻ വേണ്ടി കഴിയട്ടെ എന്നുള്ളതാണ് ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖി പ്രമേഷ് 24.